വേട്ടക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം മൃണാൾജിയാണ്. മൃണാൾ ആരെന്ന് അറിയാത്തവർക്കായി ഇതൊന്ന് കണ്ടുപോക്ക്. ഇതാണ് മൃണാൾ, ഫുഡ് ബ്ലോഗറാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ മൃണാൾ ഹംഗ്രി എന്ന റെസ്റ്റോറൻറ്റിൻ്റെ മുതലാളി കൂടിയാണ്. എങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉടമയാകാം എന്നറിയാൻ സ്വന്തമായൊരു ഫുഡ് ബ്ലോഗറായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫുഡ് അടിച്ച് നടന്നതും പോരാഞ്ഞിട്ട് കഴിച്ച ഫുഡിനെ വെറുപ്പിക്കലും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കുറ്റം പറച്ചിൽ തന്നെ. അന്നം തന്ന കൈക്ക് കൊത്തരുതെന്നൊരു ചൊല്ലുണ്ട്, ആരോട് പറയാൻ. എന്തായാലും ബെടക്കാക്കി തൻ്റെ മൃണാൾ ഹംഗ്രിക്ക് ഹൈക്ക് കൊടുക്കാൻ നോക്കിയതാണ്. ഇതിപ്പോൾ തനിക്ക് ആയതുമില്ല, ആകെ ബെടക്കായതുമേ ഉള്ളൂ. ബെടക്കായതും പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗവുമാണ് മൃണാൾ ഭായി. ഫുഡ് വ്ളോഗറായ മൃണാൾജിയെ നിങ്ങൾക്കറിയാമായിരിക്കും. മൃണാൾ ഹംഗ്രി റെസ്റ്റോറൻറ്റ് നടത്തുന്ന മൃണാൾജിയെ നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ മലയാള പണ്ഡിതം കൂടിയായ മൃണാൾജി നിങ്ങൾക്ക് അറിയാൻ തരമില്ല. എന്നാൽ പിന്നെ ആ മൃണാൾജി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ശ്രീകണ്ഠേശ്വരം കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് ശബ്ദധാരാവലി എഴുതി. അത് മലയാള പദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പുസ്തകമാണ്. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനും കുറെ കേട്ടതാണ്. മൃണാൾജിയുടെ സംസാരത്തിൽ പെട്ടുപോയ ഞാനും വാങ്ങിയ ഒരു ശബ്ദധാരാവലി ഏകദേശം ഒരു 4 കിലോ എങ്കിലും ഭാരം കാണും. മൃണാൾജിയെ പോലെ പണ്ഡിതനൊന്നും ആകാനല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഡമ്പലടിക്കാനാണ്. ഈ പ്രായത്തിലുള്ള എല്ലാ പുരുഷന്മാരുടെയും ഒരു വീക്ക്നെസ് ആണ് എന്ത് വെയിറ്റുള്ള സാധനം കണ്ടു കഴിഞ്ഞാലും ഡമ്പൽ അടിക്കുക എന്നുള്ളത്. ഇത്രയും സിമ്പിളായ പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാകാതിരിക്കുമോ? ഡോണ്ട് ദേ ലൈക്ക്? നമ്മളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സംസാര വിഷയം മൃണാൾജി ആണല്ലോ. പണ്ഡിതനായ മൃണാൾജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈച്ച മരിക്കും, ഈച്ച കൊല്ലപ്പെടും. വീട്ടിൽ സ്വന്തമായിട്ട് ശബ്ദധാരാവലിയൊക്കെ ഉള്ള ആളാണ്. എന്നിട്ടാണ് മരിക്കുകയല്ല കൊല്ലപ്പെടുകയോ? പണ്ടൊക്കെ വീട്ടില് ആനയും അമ്പാരിയും ബെൻസും ഉണ്ടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഗുരുവേ നമഃ. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കടിക്കണമെന്നാണ്. മലയാള പണ്ഡിതന്റെ പാണ്ഡിത്യം കണ്ട് വിദ്വാൻമാർക്ക് ഒലക്ക എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അവര് കൈ കിട്ടിയത് വെച്ചങ്ങ് അലക്കി വല്ലവന് പുല്ലും ആയുധം എന്നാണല്ലോ ചൊല്ല്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സ്വന്തമായി എയറിലായ മൃണാൾജിക്ക് ഇപ്പൊ ആരെ കണ്ടാലും ഒന്നേ ചോദിക്കാനുള്ളൂ. വന്നവരുണ്ടല്ലോ, ആരൊക്കെയാന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇനിയും ആളുകളുണ്ടല്ലോ. മലയാളത്തിലെ പ്രമുഖ സിനിമാ നടി നിഖില വിമലുണ്ടല്ലോ. ഇവിടെ എത്തിയ നായികയ്ക്ക് പോലും തോന്നിയിട്ടുണ്ടാകും തന്നെ ഈച്ച 2 അല്ലെങ്കിൽ നാനി 2ന്റെ നായികയായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് പോലും. ഈച്ച ശല്യത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നതോടുകൂടി മൃണാൾജി പറഞ്ഞത്, ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നത്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. ഇവിടെ നിന്ന് ഫുഡ് അടിച്ച പ്രേക്ഷകർക്ക് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിത് കണ്ടു നോക്കിയാലോ. എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ മൃണാൾജി പറഞ്ഞത്, സ്വന്തമായി സംരംഭകനായതിനു ശേഷം മൃണാൾജി ആളാകെ മാറിപ്പോയി. ഇപ്പോൾ ഒരു കൺസൾട്ടന്റ് കൂടിയാണ്. വരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള സംരംഭകര് എങ്ങനെ ആയിരിക്കണമെന്ന് പോലും മൃണാൾജി ഉപദേശിക്കുന്നുണ്ട്. കണ്ടു നോക്കിയാലോ. തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? ആ ഹബക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുകൂടി. വിശക്കുന്നവന് ആഹാരം കൊടുക്കുക എന്നതുപോലെ തന്നെ മുഖ്യമാണ് തൊഴിൽ കൊടുക്കുക എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ മൃണാൾജിയെ അഭിനന്ദിക്കുന്നു. ഇനിയും നല്ലൊരു സംരംഭകനായും തൊഴിൽദാതാവായും കണ്ടുമുട്ടാം എന്ന ആശംസകളോട് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക,
കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക.